ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇനിയിപ്പോൾ നൈബു ബേബിയുടെ ബർത്ത്ഡേ വരികയാണ് കേട്ടോ. അപ്പോൾ ഒരു ഇലക്ട്രിക് കാർ പർച്ചേസ് ചെയ്യാൻ പോയതിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാർ ഒരു 3-4 ഷോപ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബേബി ഷോപ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, ലുലുവിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, പോത്തീസിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഷോപ്സിൽ, ഫസ്റ്റ് ക്രൈ, ബേബി ഹഗ്, അങ്ങനെ ഒരുപാട് ഷോപ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഓൺലൈനും നോക്കിയിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാർസും ജീപ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നൈവുവിന് അതിൽ ഇരുന്ന് നോക്കാണ്ട് മേടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, നമുക്കാണെങ്കിൽ റിട്ടേൺ അയക്കാനുള്ള ടൈമും ഇല്ല. ബർത്ത്ഡേ ഇങ്ങ് അടുത്ത് വരാറായി. അതുകൊണ്ട് നമ്മൾ കരുതി ഓഫ്ലൈൻ തന്നെ മേടിക്കാം, ഷോപ്പിൽ പോയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം. അതാവുമ്പോഴത്തേക്കും നൈവുവിനെ ഇരുത്തി നോക്കിയിട്ട് ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് നമുക്ക് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇത് അതിനായിട്ട് നമ്മൾ ലുലു പോയതാണ്. ലുലുവിൽ ഒരുപാട് കാർസിൻ്റെയും ജീപ്സിൻ്റെയും സൈക്കിൾസ്, അങ്ങനെ ഒരുപാട് ഇലക്ട്രിക് കാർസ്, ടോയ്സിൻ്റെ ഒക്കെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ഫാഷൻ സ്റ്റോറിനകത്തുള്ള കളക്ഷൻസാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾ കിഡ്സിന് കാർസോ, ജീപ്സോ, ബൈക്കോ, സൈക്കിളോ അങ്ങനെ എന്ത് മേടിക്കണമെങ്കിലും നിങ്ങൾ ലുലുവിൽ ഫാഷൻ സ്റ്റോറിനകത്ത് കയറി നോക്കുക കേട്ടോ. പിന്നെ ബഡ്ജറ്റ് നോക്കുമ്പോഴത്തേക്കും ലുലുവിൽ കുറച്ച് ഹൈ റേറ്റാണ്. നമ്മൾ ഓൺലൈൻ നോക്കുന്നതിനെക്കാട്ടിലും ഓഫ്ലൈൻ സ്റ്റോഴ്സിലൊക്കെ പോകുമ്പോൾ റേറ്റ് ഇച്ചിരി കൂടുതലായിരിക്കും. പിന്നെ ഓണം ടൈമിലൊക്കെ പോത്തീസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോത്തീസിൽ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് വൈകിട്ടാണ് അതും അറിഞ്ഞത്, പോത്തീസിൽ ഓഫർ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓണം ടൈമിൽ റഷ് ആയിരിക്കുമെന്ന് കരുതിയിട്ട് നമ്മൾ പോയി നോക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ ലുലുവിലുള്ള കളക്ഷൻസ് എല്ലാം കൊള്ളായിരുന്നു കേട്ടോ. എല്ലാം നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളും പ്രോഡക്റ്റ്സ് തന്നെ ആയിരുന്നു. കാണാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന സൈക്കിളും ബൈക്കും കാർസും ജീപ്സും എല്ലാം. ഇത് നമ്മൾ ഓൺലൈൻ നോക്കിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഓഫ്ലൈനിലും കൂടെ നോക്കിയിട്ട് ഇരുത്തി നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാനായിട്ട് ഇരുത്തിയതാണ്. പക്ഷേ ഓൾമോസ്റ്റ് വലിയ വലിയ കാറുകളും ഇരുത്തി നോക്കുമ്പോഴത്തേക്ക് നൈവ് വന്ന് അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് ഉണ്ടല്ലോ, അതിൽ വന്ന് വീണ് പോകുന്നുണ്ടായിരുന്നു. ബെൽറ്റ് ഉണ്ട്, ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ മേ ബി വീഴില്ലായിരിക്കും, എന്നാലും ഒരു ബാലൻസിങ് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു ഈ കാർ എടുക്കുന്ന കാര്യത്തിൽ. എന്നാലും നമുക്ക് ഓൾമോസ്റ്റ് കാറും എല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു. ഒന്നും കൂടെ വീട്ടിൽ ചെന്നിട്ട് ഫൈനലൈസ് ചെയ്യാമെന്ന് കരുതി നമ്മൾ ലുലുന്ന് ഇറങ്ങി കേട്ടോ. ഇത് മെയിൻലി നൈവുവിൻ്റെ ബർത്ത്ഡേയിലെ ഗിഫ്റ്റ് പർച്ചേസ് ആയിരുന്നു. അപ്പം അതിന് ശേഷം നൈവുവിൻ്റെ അപ്പൂപ്പൻ ചെറിയൊരു ഗോൾഡ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പർച്ചേസായിട്ടാണ് ഇവിടെ വന്നത്. ബർത്ത്ഡേക്ക് അല്ലേ വരുന്നത്. അങ്ങനെയാണ് ഗോൾഡ് പർച്ചേസ് ചെയ്ത് അതിനായിട്ടാണ് ജോസ്കോയിൽ വന്നത് കേട്ടോ. ഇന്ന് 2 ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ജോസ്കോയിലും വരാനുണ്ടായിരുന്നു. നമ്മളതുപോലെ തന്നെ പോത്തീസിലും നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാർസിൻ്റെ പോത്തീസിലുള്ള കളക്ഷൻസ് ഞാൻ ഇതിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടി ഞാൻ കാണിക്കാം. ഇത് നമ്മൾ ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ബില്ലിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഗോൾഡ് പർച്ചേസ് കഴിഞ്ഞിട്ട് നമ്മൾ പോത്തീസിലേക്ക് വന്നു. പോത്തീസിലേക്ക് വന്നത് മെയിനായിട്ട് നൈവുവിൻ്റെ ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് ചൂസ് ചെയ്യാനും അതുപോലെ തന്നെ കാറും കൂടെ നോക്കാനായിട്ടാണ് കേട്ടോ വന്നത്. ഇത് നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെയാണ്. എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കയറി പിന്നെ നമ്മളവിടെ ചോദിച്ചായിരുന്നു എവിടെയാണ് കിഡ്സ് സെക്ഷനും കാറും ഒക്കെ വരുന്നതെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ലെഹങ്ക, സാരീസ്, അതിൻ്റെ കളക്ഷൻസും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു കേട്ടോ. ബർത്ത്ഡേക്കല്ലേ വരുന്നത്, നമുക്കും കൂടെ പർച്ചേസ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് കളക്ഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു. അതിനുശേഷം നമ്മൾ കിഡ്സ് സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് കാറിൻ്റെ കളക്ഷൻസ് വരുന്നത്. ഇങ്ങനെ കാർസും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജീപ്പ് ഉണ്ടായിരുന്നു, ബൈക്ക് ഉണ്ടായിരുന്നു, അവിടെയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് പ്രൈസ് കുറവായിരുന്നു എന്ന് തോന്നുന്നുണ്ട് പോത്തീസിൽ. ഓൺലൈനിനെക്കാട്ടിലും അഫോർഡബിൾ റേറ്റിൽ നമുക്ക് പോത്തീസിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബേബീസിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോത്തീസ് ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ.
നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാറൊക്കെ ഓൾറെഡി അവിടെ സെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഓണം ടൈമിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ റേറ്റും കുറവായിരുന്നു. നമ്മൾ ഓൺലൈൻ നോക്കി വെച്ചിട്ട് ഓൺലൈൻ പ്രൈസും ഓഫ്ലൈനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 50K 15,000 രൂപയൊക്കെ വരുന്നത് 10 ഉണ്ടായിരുന്നുള്ളൂ. 10 ഉണ്ടായിരുന്നത് 8 6 പോയിട്ടുണ്ട്. 6,000 ആ റേഞ്ചിൽ വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു ഓണം ടൈമിൽ. അപ്പോൾ ആ ടൈമിൽ വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഓഫേഴ്സ് കിട്ടിയേനെ. പിന്നെ നമ്മൾ ചെന്ന ടൈമിൽ ഓണത്തിന് വന്ന കളക്ഷൻസിൽ കുറച്ചും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ റേറ്റ് കുറവുണ്ടായിരുന്നു. പിന്നെ ന്യൂ സ്റ്റോക്ക് വരുന്നതെല്ലാം നമ്മുടെ ഓൺലൈൻ പ്രൈസ് പോലെ റേറ്റ് ഉള്ളത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ എന്തായാലും കാർ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോത്തീസിലും കൂടെ ഒന്ന് പോയി നോക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു ഓൺലൈൻ നോക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ലോ പ്രൈസിൽ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ലുലുവിൽ പ്രൈസ് ഹൈ തന്നെയാണ് കേട്ടോ. പക്ഷെ പ്രോഡക്റ്റ്സ് എല്ലാം കൊള്ളാം, നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ സെയിലായിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ സെയിലായ കാറാണ് കേട്ടോ. നമുക്ക് ചെന്നപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ ദ പ്രോബ്ലം ഈസ് അത് ഓൾറെഡി സെയിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റെഡ് കളർ കാർ ഉണ്ടായിരുന്നു, ബ്ലൂ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ആ റെഡും ഓൾറെഡി സെയിലായെന്ന് പറഞ്ഞു. പിന്നെ റെഡിൻ്റെ തന്നെ വേറെ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് കാർസും ഒരുപാട് കളേഴ്സും നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു തീം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീമിനും കൂടെ മാച്ചിങ് ആയിട്ടുള്ളതും കോസ്റ്റ്യൂമിന് മാച്ച് ആവുന്നതും പിന്നെ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളതല്ലേ നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ അതിൽ നിന്നൊരു കാർ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡ്രസ് കളക്ഷൻസും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സസ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഫങ്ഷൻ വെയർ ആയിട്ട് എന്തെങ്കിലും ഡ്രസ്സ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈപ്പ് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോത്തീസിൽ പോയി കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. അങ്ങനെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഹൈപ്പറിൽ കുറച്ച് കുട്ടി സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്നൊരു ലുലുവിൽ തന്നെ ഒരു കുക്കർ മേടിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീലിൻ്റെ. അപ്പോൾ അത് ഫസ്റ്റ് യൂസ് തന്നെ ഡാമേജ് ആയി. പക്ഷെ വാറൻറ്റി ഉണ്ടായിരുന്നുകൊണ്ട് കൊണ്ടു കൊടുത്തപ്പോൾ അപ്പം തന്നെ അവർ റീപ്ലേസ് ചെയ്ത് തന്നു കേട്ടോ. സ്റ്റീലിൻ്റെ പ്രോബ്ലം ആയെന്ന് പറഞ്ഞപ്പോൾ അതേ എമൗണ്ടിൽ നമ്മളടുത്ത് വേറെ ഏതെങ്കിലും പർച്ചേസ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി ഒരു 3 ഉള്ളതാണ് കേട്ടോ പിന്നെ പർച്ചേസ് ചെയ്തത്. പക്ഷെ നല്ലൊരു കുക്കർ തന്നെയായിരുന്നു, നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ. സെക്കൻഡ് ടൈം അലുമിനിയാണ് പർച്ചേസ് ചെയ്തത്, അത് നല്ല മെറ്റീരിയലായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലത്തേക്ക് കുറച്ച് കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്നത്. ആ ടൈമിലും ഓഫേഴ്സ് 50 ഫ്ലാറ്റ് ഓഫേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏതൊക്കെയോ പ്രോഡക്ട്സിന്. എല്ലാ പ്രോഡക്ട്സിനൊന്നും ഇല്ലായിരുന്നു. മെയിൻ ഓഫേഴ്സ് വരുന്ന ടൈമിലൊക്കെ നമുക്ക് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ അറിയാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസിൽ വരാറുണ്ട് ലുലുവിൽ ഓഫേഴ്സ് വരുന്ന ടൈമിൽ. ആ ടൈമിലൊക്കെ നല്ല റഷായിരിക്കും. ഇപ്രാവശ്യം നമ്മൾ പോയപ്പോൾ വലിയ റഷൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ എന്ത് പ്രോഡക്റ്റ്സ് മേടിച്ചാലും, അത് മിക്സി ആയാലും സ്റ്റൗ ആയാലും കുക്കറായാലും എന്ത് പ്രോഡക്റ്റ്സ് മേടിച്ചാലും വാറൻറ്റി കാർഡും അതുപോലെ തന്നെ മെയിനായിട്ട് വേണ്ടതാണ് ബില്ല്. അപ്പം എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് ചോദിക്കുന്ന ബില്ലാണ്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ പോയാലും മിസ് ചെയ്യാതെ നോക്കണം കേട്ടോ. നമ്മൾ TV മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊരു 1.5 ഇയേഴ്സൊക്കെ ആയപ്പോഴത്തേക്കും ഡാമേജ് വന്നു. അവർ ആ TV തന്നെ റീപ്ലേസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വാറൻറ്റിയുടെ കാര്യത്തിൽ വിശ്വസിക്കാൻ ലുലുവിന്ന് എന്ത് മേടിച്ചാലും വാറൻറ്റി ഷുവറായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ബില്ലും അതുപോലെ തന്നെ വാറൻറ്റി കാർഡും മിസ്സാക്കാതെ വെക്കണം. അത് മിസ്സായി കഴിഞ്ഞാൽ അവർ നമുക്കൊന്നും ചെയ്തു തരത്തില്ല. ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം നമ്മുടെ ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കീപ് വാച്ചിങ്, ലവ് യു ഓൾ, ബൈ ബൈ. അങ്ങനെ ഈ 2 ഷോപ്പിൽ നിന്ന് നമ്മളൊരു കാറ് ഫൈനലൈസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഏത് കാറാണ് പർച്ചേസ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ബർത്ത്ഡേ വ്ളോഗ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഏത് കാറാണ് പർച്ചേസ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. ലവ് യു ഓൾ, ബൈ ബൈ.